ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഫുഡ് പ്രൈസസ് സ്പെർ ഇൻഫ്ലേഷൻ ടു 6.2% എന്നാണ്. അതായത് നമ്മളുടെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്. WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI ഉണ്ട്. ഇത് ആദ്യത്തേത് പേര് സൂചിപ്പിക്കുന്ന പോലെ ഹോൾസെയിൽ ഇൻഫ്ലേഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റീറ്റെയിൽ ഇൻഫ്ലേഷനാണ്. പക്ഷേ റീറ്റെയിൽ ഇൻഫ്ലേഷനാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻസ്, ബിക്കോസ് ദാറ്റ് ഈസ് ഡയറക്ട്ലി അഫക്ടിങ് ദ കോമൺ മെൻ ഇൻ ഇന്ത്യ. അല്ലെ, ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ് നമ്മുടെ സാധാരണക്കാരനെ ബാധിക്കുന്നത്. അതുകൊണ്ട് RBI ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ ഓൾവേസ് ട്രൈ ടു ടാക്കിൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ. അപ്പൊ ഈ മോണിറ്ററി പോളിസിയിലൊക്കെ RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ ഈസ് ടു റെഡ്യൂസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഓർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നുള്ളതാണ്. സോ Government of India and Reserve Bank of India entered into a memorandum of understanding. Memorandum of understanding എന്താണെന്ന് വെച്ചാൽ the retail inflation or consumer price index should be kept within the limit of 4 plus or minus 2. Consumer price index or retail inflation should be kept within the range of ടോളറൻസ് പ്ലാന്റ് ഓഫ് 4 plus or minus 2. അതായത് 4 plus 2 ആവാം, 6% ആവാം, 4 minus 2 ആവാം, അതായത് 2% ആവാം. അപ്പൊ 6% ബ്രീച്ച് ചെയ്യാൻ പാടില്ല. ബട്ട് നൗ ദ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഈസ് 6.2%. ദാറ്റ് മീൻസ് ടോളറൻസ് ലിമിറ്റ് ബ്രീച്ച് ചെയ്തു. അപ്പൊ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മോണിറ്ററി പോളിസിയിലൊക്കെ RBI കുറച്ചുകൂടെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ വളരെ സാധ്യതയുണ്ട്, റിപ്പോ റേറ്റ് ഒക്കെ. അതിന് മെയിൻ റീസൺ ഒരേ ഒരു കാരണം, ഫുഡ് പ്രൈസസ്. ഫുഡ് പ്രൈസിന്റെ ഇൻഫ്ലേഷൻ കൂടുന്നതല്ല, വേറെ ഒന്നിന്റെ അല്ല. ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസിന്റെ ഒക്കെ പ്രൈസ് 42% അങ്ങോട്ട് ഇൻക്രീസ് എന്നാ പറയുന്നത്. അതല്ലേ നമ്മൾ വെജിറ്റബിൾസ് പോയി വാങ്ങിയപ്പോൾ അവര് ഒരു ചെറിയ ഇതിനകത്തായിരിക്കും തരുന്നത്, പൊതിഞ്ഞേരാനുള്ള സാധനമേ ഉള്ളൂ. അപ്പൊ അത്രയും വിലയാണ് വെജിറ്റബിൾസ്. അതുപോലെ പൾസസ്, എഡിബിൾ ഓയിൽ, ഇതിന്റെയൊക്കെ പ്രൈസ് കൂടി. സോ ഓവറോൾ ഫുഡ് പ്രൈസ് കൂടി, അതാണ് അതിന്റെ കാരണം. അപ്പൊ അതൊരു ഫ്രണ്ട് പേജിൽ വലിയ ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഇലക്ഷൻ പ്രോസസ്, ഇലക്ഷൻ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ജാർഖണ്ഡിലെ ഫസ്റ്റ് ഫേസ് ഓഫ് ഇലക്ഷൻ ഇന്നാണ്. സെക്കൻഡ് ഫേസ് ഓഫ് ഇലക്ഷൻ ഒക്കെ November 20 തോന്നുന്നു. അന്നാണ് മഹാരാഷ്ട്രയുടെ ഇലക്ഷൻ. മഹാരാഷ്ട്രയുടെ ഇലക്ഷൻ ഇന്നില്ല. ഇതിപ്പോ ജാർഖണ്ഡിൽ 2 phases ആയിട്ട്, മഹാരാഷ്ട്രയിൽ സിംഗിൾ ഫേസ് ആയിട്ടുമാണ് ഇലക്ഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഒന്നുമില്ല, ഇത് നമുക്ക് ആവശ്യമുള്ള പേജല്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇല്ല, ഇവിടെയും ഇലക്ഷൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ, NHRC എല്ലാവർക്കും അറിയാം. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണെന്ന് പഠിച്ചു വെച്ചോണം. കറന്റ്ലി there is no permanent chairperson for NHRC. Previously it was Arun Misra and he got retired recently. Now an interim arrangement is there, an interim chief for NHRC. അതുകൊണ്ട് തന്നെ പഠിച്ചതിന് കുഴപ്പമില്ല, വളരെ കുറച്ചു കാലത്തേക്കുള്ള ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് ആണ് ദാറ്റ് ഇന്ററിം ചീഫ് എന്ന് പറയുന്നത്. അവരുടെ പേര് വിദ്യാഭാരതി സയാനി എന്നാണെന്നാണ് എന്റെ ഓർമ്മ. നോക്കിക്കൊള്ളാം, വിദ്യാഭാരതി സയാനി എന്നാണെന്ന് എന്റെ ഓർമ്മ. ബട്ട് ഷീസ് ആൻ ഇന്ററിം ചീഫ് ഓൺലി ഫോർ ദ ടൈം ബീങ്. ഷീസ് ഹാൻഡ്ലിംഗ് ദ പൊസിഷൻ ഓഫ് ചീഫ് ഓഫ് NHRC. ഓക്കെ, അപ്പൊ അത് മാത്രമേ അവിടെ പറയാനുള്ളൂ. ബാക്കി ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ള, ബാക്കിയെല്ലാം ലോക്കൽ ന്യൂസുകളാണ്, സ്റ്റേറ്റ് ലെവൽ ന്യൂസുകളാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ വീണ്ടും സ്റ്റേറ്റ് ലെവൽ ന്യൂസുകളാണ്. അവിടെയും നമുക്ക് സ്റ്റേറ്റ് ലെവൽ ന്യൂസ് ആണെന്ന് കരുതിയിട്ട് നമുക്ക് ആവശ്യമുള്ള ന്യൂസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇതിലൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ വീണ്ടും സ്റ്റേറ്റ് ലെവൽ ന്യൂസുകളാണ്, ആവശ്യമില്ലാത്ത ന്യൂസുകളാണ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നു എഡിറ്റോറിയലിലേക്ക്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്താണെന്ന് നോക്കാം. സ്റ്റോപ്പ് ദ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. സ്റ്റോപ്പ് ദ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഇന്ത്യയുടെയും കാനഡയിലെയും, ഇത് ആക്ച്വലി ഇന്നത്തെ 2 എഡിറ്റോറിയലും ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട, IR ബന്ധപ്പെട്ട. ഫസ്റ്റ് എഡിറ്റോറിയൽ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് കാനഡ, ആൻഡ് സെക്കൻഡ് എഡിറ്റോറിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് USA അണ്ടർ ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ഡൊണാൾഡ് ട്രംപ്, അണ്ടർ ദ ന്യൂ പ്രസിഡൻസി ഓഫ് ഡൊണാൾഡ് ട്രംപ്. അപ്പൊ അത് January 20 ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം അമേരിക്കയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നൊക്കെയാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. അപ്പൊ 2 എഡിറ്റോറിയലും IR ബന്ധപ്പെട്ടാണ്, ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ സ്റ്റോപ്പ് ഫ്രീ ഫോൾ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഇതിൽ പറയുന്നത് ഇന്ത്യയുടെയും കാനഡയുടെയും ഇടയിലുള്ള ബന്ധം ഇത്രയും മോശം ആകും എന്ന് നമ്മൾ കരുതിയതല്ല. അതിന് മോശമാകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഹർദീപ് സിംഗ് നിജാർ എന്ന് പറയുന്ന ഖാലിസ്ഥാനി ആക്ടിവിസ്റ്റിന്റെ കൊലപാതകം യാതൊരു സബ്സ്റ്റാൻഷ്യൽ എവിഡൻസസും ഇല്ലാതെ ഈ ഇന്ത്യയുടെ മുകളിൽ കൊണ്ട് കെട്ടിവെച്ചു കനേഡിയൻ പ്രൈം മിനിസ്റ്ററായ ജസ്റ്റിൻ ട്രൂഡോ. അവിടെ തുടങ്ങുന്ന പ്രശ്നങ്ങൾ. പിന്നെ അതേ സമയത്ത് തന്നെ ഗുർബന്ത്വന്ത് സിംഗ് പന്നുൻ എന്ന് പറയുന്ന
മറ്റൊരു ഖാലിസ്ഥാനി തീവ്രവാദി ഇന്ത്യ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ US അലിഗേഷൻസ് ഉന്നയിക്കുന്നു. അത് ഈ മാറ്റർ കോംപ്ലിക്കേറ്റഡ് ആക്കി. അപ്പം ഇതിന്റെ ഒരു കൾമിനേഷൻ പോലെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ട് ഹിന്ദു ടെമ്പിൾ ബ്രാംപ്ടൺ എന്ന് പറഞ്ഞ കാനഡയിലെ സ്ഥലത്ത് ഈ November 3 അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. അവിടെ സത്യത്തിൽ ആ ടെമ്പിളിൽ വച്ച് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മളുടെ കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴാണ് ഈ അറ്റാക്ക് നടക്കുന്നത്. അപ്പൊ ഒരു കൗണ്ടർ അറ്റാക്ക് ഹിന്ദുസിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു എന്നാണ് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭാഷയിൽ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാണ്. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയും അത് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആക്ട് ആണെന്ന് തന്നെ വിശേഷിപ്പിച്ചു. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം നിജാറുമായിട്ട് ബന്ധപ്പെട്ട 1-2 ആൾക്കാരെ കാനഡ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അത് നല്ലൊരു ഡെവലപ്മെന്റ് ആണ്. ഏതാണ്ട് 19 lakhs ഇന്ത്യക്കാരാണ് കാനഡയിലുള്ളത്. അത് കാനഡയുടെ മൊത്തം പോപ്പുലേഷൻ 4% വരും. ഈ ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കോൺസുലാർ ആക്സസ്, ഇന്ത്യയുടെ കോൺസുലേറ്റിന്റെ ആക്സസ് അവർക്ക് വേണ്ടതാണ്. അപ്പം അതെല്ലാം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു ബിക്കോസ് ഓഫ് ദാറ്റ് അറ്റാക്ക് ഇൻസിഡന്റ് ഇൻ ടെമ്പിൾ. അപ്പം അത് ഇപ്പൊ റിലേഷൻഷിപ്പിനെ വീണ്ടും ഒരു മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. കാനഡ എന്ന് പറയുന്ന രാജ്യം ഈ റൂൾ ഓഫ് ലോക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ്. പക്ഷെ അവിടുത്തെ ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് എക്സ്ട്രീമിസ്റ്റിന് അവിടുത്തെ ഇങ്ങനെ ഒരു അറ്റാക്ക് സംഘടിപ്പിക്കാനുള്ള ഒരു ഇത് കിട്ടി എന്നുള്ളത്, അവർക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളത് കാനഡയെ കുറിച്ചൊരു പുവർ കമന്ററിക്കാണ് പിന്നീട് ഇടം നൽകുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റ്സ് ഒന്നും അവിടെ സെക്യൂർ അല്ല എന്ന ഒരു സന്ദേശവും അത് നൽകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ റിലീജിയസ് മോഡിലുള്ള ഒരു മൊബിലൈസേഷൻ കാനഡയിൽ നടക്കാൻ അവിടുത്തെ ഗവൺമെന്റ് അനുവദിക്കുന്നു. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇന്ത്യയുടെയും കാനഡയുടെ ഇടയിലുള്ള ട്രേഡ് റിലേഷനെയോ എക്കണോമിക് റിലേഷനെയോ ഈ പ്രശ്നങ്ങൾ ബാധിക്കാൻ ഇന്ത്യയും കാനഡയും ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് നല്ല കാര്യമാണ്. ഇന്ത്യയുടെയും കാനഡയുടെ ഇടയിൽ 19 ബില്യൺ ഡോളറിന്റെ ട്രേഡ് നടക്കുന്നുണ്ട്. അത് വീണ്ടും കൂടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം ഒരു ബയലാറ്ററൽ ട്രേഡ് ട്രീറ്റി ഒക്കെ ഇന്ത്യ പ്ലാൻ ചെയ്താണ് ഇന്ത്യയും കാനഡയും. പക്ഷെ അതൊക്കെ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നിലച്ചുപോയി. പക്ഷെ ഇപ്പം വിസ ഇഷ്യൂൻസിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. ഇത് ഈ പറഞ്ഞ ട്രേഡ് റിലേഷനെ പോലും ബാധിക്കാം. ഇപ്പോ കോൺസുലർ ആക്സസ് ഒക്കെ ഇപ്പൊ പലർക്കും കിട്ടാത്തൊരു സാഹചര്യത്തിൽ വിസ പോലുള്ള കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാവും. ഇന്ത്യക്ക് ഈ കാനഡയായിട്ട് ഈ ഖാലിസ്ഥാൻ പ്രശ്നത്തിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും വേറെ പല ഇഷ്യൂസിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ വളരെ കൺവേർജൻസ് ആണ് ആ കാര്യത്തിൽ. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ രണ്ടുപേരും യോജിച്ച് പ്രവർത്തിക്കാൻ ഒരുപാട് ഒരേ അഭിപ്രായമുള്ള ആൾക്കാരാണ്. എന്തായാലും പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട് രാജ്യങ്ങളുടെ ഇടയിൽ ഉണ്ടാവേണ്ടത് രണ്ട് രാജ്യങ്ങൾക്കും ബെനിഫിറ്റിന് അത് ആവശ്യമാണ്. പക്ഷേ ഈ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട് കൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് വേറൊരു കാര്യം. ഓക്കെ, എന്തായാലും ഇപ്പൊ കാനഡ അവര് ഇമിഗ്രന്റ് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു. തദ്ദേശീയരായ കാനഡക്കാർക്ക് വലിയ പരാതി ഉള്ളത് കൊണ്ട് ഈ വിസ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പോയാണ്. ഈവൻ സ്റ്റുഡൻസിന് പോലും അത് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തല്ലത് കൊണ്ടുവരുന്നത്. പക്ഷെ സ്റ്റിൽ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവാൻ പോകുന്നത് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ ലാർജസ്റ്റ് ഇമിഗ്രന്റ് population to Canada is Indians. If you take the example of last 4 to 5 years, an influx of Indian immigrants is happening in Canada. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകണം. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ നോട്ട് ടൈം ലോസ്റ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ, ഇത് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ടീമിനെ ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ടീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാവിയിൽ അദ്ദേഹത്തിന്റെ ഈ ഗവൺമെന്റിൽ പ്രധാനപ്പെട്ട പൊസിഷൻ വഹിക്കാൻ പോകുന്നവർ. ഇവിടെ മന്ത്രിമാരെന്ന് പറയും ഇന്ത്യയിൽ, പക്ഷെ അവിടെ മന്ത്രിമാരെന്നല്ല പറയുന്നത്, സെക്രട്ടറി എന്നാ പറയുന്നത്. അപ്പം ഒപ്പം ഒരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, സെക്രട്ടറി ഓഫ് ട്രഷറി, ഇതെല്ലാം അദ്ദേഹം അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അനൗൺസ്മെന്റ് ട്രംപിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ് നടത്തുന്ന പറഞ്ഞത്, അല്ലാതെ അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പോലും അല്ല. അദ്ദേഹത്തിന്റെ മകനൊക്കെയാണ് ഇപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെയൊക്കെ കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ലോകത്തിലെ പല ലീഡേഴ്സും ട്രംപിനെ വിളിച്ച് അഭിനന്ദിച്ച കാര്യം, ചൈന, ഫ്രാൻസ്, ജപ്പാൻ, സൗത്ത് കൊറിയ, ഇന്ത്യ ഒക്കെ, അതുപോലെ ഇസ്രായേലി പ്രൈം മിനിസ്റ്ററായിട്ടും അതുപോലെ യുക്രൈന്റെ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ആയിട്ടൊക്കെ അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. അപ്പോ ഈ സെലൻസ്കി ആയിട്ടുള്ള സംഭാഷണത്തിൽ പുടിൻ
എലോൺ മസ്ക്, വേൾഡിലെ റിച്ചസ്റ്റ് മാനും ടെസ്ലയുടെ ഫൗണ്ടറൊക്കെ ആയ എലോൺ മസ്കിനെയും കൂടെ കൂട്ടി. സാധാരണ അങ്ങനെ ചെയ്യുന്നതല്ല. അപ്പൊ എലോൺ മസ്കിന് എത്രത്തോളം പ്രാധാന്യം ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ അണ്ടറിൽ വരാൻ പോകുന്നു, അതാ ഇന്ത്യക്കൊക്കെ ഒരു ത്രെട്ടും കൂടിയാണ് അത്. കാര്യം എന്ന് വെച്ചാൽ എലോൺ മസ്ക് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന്റെ ടെസ്ലയും സ്റ്റാർലിങ്സും ഒക്കെ കൊണ്ട് വരാൻ പോയി. അപ്പൊ അദ്ദേഹം കുറെ സബ്സിഡീസും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കാൻ നിർബന്ധിതരാകുമോ എന്നുള്ളതും ഈ എഡിറ്റോറിയലിന്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ വ്ളാഡിമിർ പുടിനുമായിട്ട് അദ്ദേഹം ഫോൺ സംഭാഷണം നടത്തി എന്ന് പറയുന്നു. എന്നിട്ട് ആ നടത്തിയ സംഭാഷണം വാഷിംഗ്ടൺ പോസ്റ്റ് നടത്ത പത്രത്തിന് ചോർത്തി കൊടുത്തു. പക്ഷേ ക്രെംലിൻ, അതായത് റഷ്യൻ ഭരണകൂടം ഇരിക്കുന്ന സ്ഥലമാണ് ക്രെംലിൻ എന്ന് പറയുന്നത്. ഈ ക്രെംലിൻ ആ റിപ്പോർട്ട് കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് പറഞ്ഞേക്കുക. അങ്ങനെ ഒരു ടെലിഫോൺ സംഭാഷണമേ നടന്നിട്ടില്ലെന്നാണ് റഷ്യ പറയുന്നത്. അപ്പൊ അതൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ട്രംപുമായിട്ട് നടത്തിയ ടോക്കിനെ കുറിച്ച് ഈ പറയുന്നുണ്ട്. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആരാണ്? പ്രബോവോ സുബിയാന്തോ. അതുപോലെ മോദി ട്രംപ് 1 പീരീഡില്, ട്രംപ് 1 എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് മോദിയുമായിട്ടുള്ള പേഴ്സണൽ കെമിസ്ട്രി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം രണ്ടുപേരും ആ സംഭാഷണത്തെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നതൊക്കെയാണ് പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫിൽ. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് വെച്ചാൽ ട്രംപിന്റെ അൺപ്രഡിക്റ്റബിൾ നേച്ചർ ചിലപ്പം ഇന്ത്യക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ട്രംപിന്റെ ഫസ്റ്റ് പ്രസിഡൻസിയുടെ പീരീഡില് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന GSP സ്റ്റാറ്റസ് അന്ന് ട്രംപ് വിത്ഡ്രോ ചെയ്തു. GSP എന്ന് പറഞ്ഞാല് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ്, ഒരു സ്റ്റാറ്റസ് ആണ് അമേരിക്ക ചില രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ട്രേഡ് റിലേറ്റഡ് ആയിട്ട് ട്രേഡിന് കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടും GSP സ്റ്റാറ്റസ് ഉള്ള രാജ്യങ്ങൾക്ക്. GSP മീൻസ് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്. ദാറ്റ് വാസ് വിത്ഡ്രൂ ബൈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇൻ 2018 or 19. ഞാൻ എക്സാക്ട്ലി റിമെമ്പർ ചെയ്യുന്നില്ല. പക്ഷെ അത് ട്രംപിന്റെ പീരീഡിൽ അത് വിത്ഡ്രോ ചെയ്തായിരുന്നു. അപ്പം അത് നമുക്ക് ദോഷമായിരുന്നു അന്ന് അങ്ങനെ ചെയ്തത്. അപ്പം ട്രേഡിന്റെ കാര്യത്തിൽ അദ്ദേഹം കുറെ താരിഫ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ കൂടുതലായിട്ട് ഏർപ്പെടുത്തുന്നുള്ള പരാതിയുള്ള ആളാണ്. അപ്പൊ ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ മാക്സിമം മാനുഫാക്ചറിങ്ങും ഒക്കെ കൂട്ടുക, അമേരിക്കയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇന്ത്യയുടെ PLI, മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളെ തകിടം മറിക്കാൻ സാധ്യതയുണ്ട് ട്രംപിന്റെ ആ ഒരു ഇതെന്നാ പറഞ്ഞേക്കുന്നത്. PLI എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഇന്ത്യയിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നേക്കുന്ന ഒരു സ്കീമാണ് PLI, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. അതൊക്കെ ഞാൻ പ്രീവിയസ് ക്ലാസ്സസിൽ ഒരു 1 to 2 months ബാക്ക് ഒക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. PLI, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. അതേപോലെ മേക്ക് ഇൻ ഇന്ത്യ എന്താണെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ല. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി. ഇന്ത്യയിൽ വന്ന് മേക്ക് ചെയ്യൂ എന്ന് കമ്പനികളോട് ആവശ്യപ്പെടുന്ന ഇന്ത്യയുടെ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ് മേക്ക് ഇൻ ഇന്ത്യ. അപ്പൊ അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ട്രംപ് അമേരിക്കയിലേക്ക് തന്നെ അമേരിക്കൻ കമ്പനികളെ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ഫോഴ്സ് ചെയ്താല്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ ടെസ്ലയുടെ സ്റ്റാർലിങ്ങിന്റെ കാര്യമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ഈ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള് ട്രംപിന്റെയും ഇന്ത്യയുടെ ഇടയിൽ ഉണ്ടാവുമെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ട്രംപ് ഇന്ത്യക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ചൈനയുമായിട്ടുള്ള വിഷയത്തിൽ വെസ്റ്റ് ഏഷ്യ, സൗത്ത് ഏഷ്യ, ഇവിടെ എല്ലാം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് അമേരിക്ക അണ്ടർ ട്രംപ് 2016 to 20 വരുടെ പീരീഡിൽ ആക്ട് ചെയ്ത്. അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും. പക്ഷെ ഇറാൻ എന്ന് പറഞ്ഞൊരു വിഷയത്തിൽ മാത്രം ഇന്ത്യയും ട്രംപും തമ്മിൽ വിയോജിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇറാൻ ഈസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ബട്ട് ട്രംപ് ട്രീറ്റ് ഇറാൻ ആസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് എനിമീസ് ഫോർ USA. സോ ആ ഒരു വിഷയത്തിൽ ഇന്ത്യയും US തമ്മിൽ ഇറാൻ വിഷയത്തിൽ പിന്നീട് വിയോജിപ്പായിരിക്കും. എന്തായാലും സബ്സിഡീസിന്റെ കാര്യത്തിൽ, ഇമിഗ്രേഷന്റെ കാര്യത്തിലൊക്കെ ട്രംപ് എടുക്കുന്ന നിലപാടുകളോട് നമുക്ക് വിയോജിപ്പുണ്ടായിരിക്കും. എന്തായാലും വിയോജിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ, ശക്തമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഫോർജ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് 2016 തൊട്ട് 20 വരെയുള്ള ട്രംപ് 1 പീരീഡിൽ നമ്മൾ തെളിയിച്ചതാണ്. അതേ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇനിയും പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് എഡിറ്റോറിയൽസ് അതിനെ കുറിച്ചാണ്. ഇനി ഇവിടുത്തെ ആർട്ടിക്കിൾസ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. സെക്കൻഡ് ഒരു ആർട്ടിക്കിൾ, അതും ആക്ച്വലി ഒരു ഇന്റർനാഷണൽ റിലേഷന്റെ ഒരു ഇത് ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ പാർട്ടായിട്ടുള്ള ഒരു സംഭവം കൂടെയാണ് IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. IMEC, India Middle East Europe Economic Corridor was proposed by Narendra Modi and Joe Biden in the last G20 summit held in India in 2023 September. 2023 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നടന്ന G20 സമ്മിറ്റിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോയ് ബൈഡനും ചേർന്ന് പ്രപ്പോസ് ചെയ്ത പ്രൊജക്ട് ആണ് IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അതിന്റെ എയിം ഈസ് ടു
എന്താ കണക്ട് ഇന്ത്യൻ പോർട്സ് ടു യൂറോപ്പ് ത്രൂ മിഡിൽ ഈസ്റ്റ് ബൈപ്പാസിംഗ് സൂയസ് കനാൽ. സൂയസ് കനാൽ ആണല്ലോ ഈ സാധാരണ ഷിപ്പ് ട്രാൻസ്പോർട്ടിന്റെ കടൽ വഴിയുള്ള ഷിപ്പുകളുടെ ഗതാഗതത്തിന്റെ ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സൂയസ് കനാൽ. പക്ഷെ സൂയസ് കനാൽ വഴി പോകുന്നതിനേക്കാളും 40% സമയവും 30% കോസ്റ്റും ലാഭിക്കാൻ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ വഴി കഴിയും എന്നാണ് കണക്കൂട്ടിയത്. പക്ഷെ ആക്ച്വൽ ബെനിഫിറ്റ് ചിലപ്പോൾ അതിനേക്കാൾ കുറവായിരിക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ. ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ട് കിട്ടുന്ന സമയം എന്തായാലും ലാഭിക്കാം, കുറെ കോസ്റ്റ് എന്തായാലും ലാഭിക്കാം. പക്ഷേ ഇത് ഭയങ്കര ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇത് ഈ പ്രോജക്റ്റ് നടപ്പാവുന്ന തന്നെ അറബ് ഇസ്രായേൽ റിലേഷൻഷിപ്പിന്റെ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ ബേസിലായിരുന്നു. ബേസ്ഡ് ഓൺ അബ്രഹാം അക്കോർഡ് made by Donald Trump administration, UAE and Israel normalized their relationship, and Saudi Arabia was on the path of normalizing their relationship with Israel. But after that, what happened in 2023 October 7, Hamas attacked Israel, and Israel started a brutal war against Palestinians or Hamas. അപ്പം അതിന്റെ ബേസിൽ ഈ അറബ് ഇസ്രായേൽ നോർമലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡീറെയിൽ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ പ്രോഗ്രസും അത് വളരെ സ്ലോ ആയി. ഇപ്പൊ നടക്കുന്നില്ലെന്നല്ല, ഇതിന്റെ ഒരു പറയുന്ന വെച്ചാല് ഇതിന്റെ വെസ്റ്റ് ഏഷ്യയിലൊക്കെ ഉള്ള ആസ് എ റിസൾട്ട് ഓഫ് ദ ടെമ്പററി പോസ്റ്റ് ടു കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് സൗദി അതൊക്കെ ഇതിൽ 2 പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് സൗദി അറേബ്യയും ജോർദാനും ഒക്കെയാണ്. എന്ന് വെച്ചാല് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഈ അദാനിയുടെ അണ്ടറിലൊക്കെ ഉള്ള പോർട്ടുകൾക്ക് ഇത് വലിയ ഗുണമുണ്ടാവും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗദി അറേബ്യ വഴി ജോർദാൻ വഴി ഇസ്രായേലിലെ ഹൈഫ പോർട്ടിൽ കയറിയിട്ട് ഇസ്രായേലിലെ ഹൈഫ പോർട്ടിൽ നിന്ന് യൂറോപ്പിലേക്ക് ഗ്രീസ് വഴിയൊക്കെയാണ് യൂറോപ്പിലേക്ക് പോകുന്നത്. അപ്പൊ ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് സൗദി അറേബ്യയും ജോർദാനുമാണ്. പിന്നെ ഇസ്രായേൽ വരുന്നുണ്ട്, UAE വരുന്നുണ്ട്. ഓക്കെ, ഇതില് കടൽ മാത്രമല്ല വരുന്നത്, കര വഴി റെയിൽവേ എല്ലാം വഴി കണക്ട് ചെയ്താണ് വീണ്ടും കടലിലേക്ക് ഇറങ്ങി അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ വെസ്റ്റ് ഏഷ്യയിലെ പാർട്ടിന്റെ ഡെവലപ്മെന്റ് മാത്രം ഭയങ്കര സ്ലോ ആയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഈസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പോർട്ടുകളെ UAE-യുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇതാണ്. ഇതിന്റെ പിന്നീട് ആ ഒരു പ്രോഗ്രസ് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇതിന്റെ ഇടയിൽ UAE ഇന്ത്യയുടെ ഒരു നല്ല കാര്യം ഉണ്ടായി. ഇന്ത്യക്കും UAE-ക്കും ഇടയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ലോകത്തിലെ നല്ല സുഹൃത്ത് UAE ആണെന്ന് ഞാൻ നിസ്സംശയം പറയും. കാര്യം UAE-ക്കും ഇന്ത്യക്കും ഇടയിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു റിട്ടേൺസും ഇല്ല. ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന ഒരു രാജ്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയും ഒരുപാട് UAE-യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ UAE ഇന്ത്യയുമായിട്ടൊരു CEPA ഉണ്ടാക്കിയാണ് 2022 കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. ഈ CEPA കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് വന്നതിന് ശേഷം ഇന്ത്യക്കും UAE-ക്കും ഇടയിലുള്ള ട്രേഡ് $43 ബില്യൺ ആയിരുന്നത് ഒരു വർഷം കൊണ്ട് $83 ബില്യൺ ആയിട്ട് കൂടി. മനസ്സിലായോ? അപ്പൊ അതുപോലെ ഈ പണ്ട് ഇന്ത്യക്ക് UAE-ക്കും ഇടയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ ട്രേഡാണ് നടന്നുകൊണ്ടത്. ഇപ്പൊ നോൺ ഓയിൽ ട്രേഡാണ് ഇപ്പം കൂടുന്നത്. ഇപ്പം നോൺ ഓയിൽ ട്രേഡ് $28.67 ബില്യൺ ആയിരുന്നു, $57 ബില്യൺ ആയിട്ട് കൂടി ഒരു വർഷം കൊണ്ട് 2023 ആയപ്പോ. ഇതെല്ലാം ഈ CEPA കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞത് UAE-ക്കും ഇന്ത്യക്കും ഇടയിൽ ഇത്രയും ട്രേഡ് നടക്കുന്നത് കൊണ്ടും ഇനിയും ഈ CEPA കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് ഇനിയും ആ ട്രേഡ് മാനിഫോൾഡ് കൂടാൻ സാധ്യത അല്ലെങ്കിൽ കൂടാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടും ഈ പറഞ്ഞ IMEC വരുമ്പോ ഇന്ത്യക്ക് വേറൊരു ഈ പറഞ്ഞ ഈ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് വഴിയും വലിയ ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം നമുക്ക് ഇനിയും അങ്ങോട്ട് ഈ വെസ്റ്റേൺ കൺട്രീസിലേക്ക്, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു എഗ്രിമെന്റ് ഒക്കെ ഉപയോഗപ്പെടുത്തി UAE-യിൽ കൊണ്ടുവന്നിട്ട് അവിടെ വീണ്ടും കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എന്തായാലും ഇതിന്റെ ഈ IMEC ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ ഇന്ത്യ തൊട്ട് UAE വരെയുള്ള ഈസ്റ്റേൺ പാർട്ടിന്റെ പ്രോജക്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് അതിന്റെ പ്രോഗ്രസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഇതുപോലുള്ള ട്രേഡ് ഭയങ്കരമായിട്ട് ഈ 2 രാജ്യങ്ങളുടെ ഇടയിൽ ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റിന്റെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫ് ട്രേഡ് പ്രോസസ്സിനും വലിയ പ്രാധാന്യം ഇന്ത്യയും UAE-യും കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു വിർച്വൽ ട്രേഡ് കോറിഡോർ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയും UAE-യും ചേർന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ആ വെർച്വൽ ട്രേഡ് കോറിഡോർ എന്തിനാണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ
സാധനങ്ങളല്ലേ കൊണ്ടുവന്നു. അപ്പൊ ഓരോ രാജ്യങ്ങളിൽ വേറെ രാജ്യത്ത് കയറി, അവിടെ നിന്ന് അടുത്ത രാജ്യത്ത് കയറി, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ടൈമും ലോജിസ്റ്റിക്സ് കോസ്റ്റും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഒക്കെ വരും. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ ലഘൂകരിച്ച് ഈസ് ഓഫ് ഡൂയിങ് ട്രേഡ് ഉണ്ടാക്കാം എന്ന് എൻഷുർ ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അതിൽ വലിയൊരു പ്രോഗ്രസ് ഉണ്ടാക്കാനാണ് ഇന്ത്യയും യു എയും ചേർന്ന് IMECയുടെ പാർട്ടായിട്ട് വിർച്വൽ ട്രേഡ് കോറിഡോർ സ്റ്റാർട്ട് ചെയ്തത്. ഇത് മറ്റ് രാജ്യങ്ങൾക്ക് ഒരു മോഡലായിരിക്കും, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക്. അപ്പം മറ്റ് രാജ്യങ്ങൾക്ക് ഈ സിമിലർ ഫ്രെയിംവർക്ക്, ഇപ്പൊ ഈ ഇന്ത്യയുടെയും യു എയുടെ ഇടയിലുണ്ടായ വിർച്വൽ ട്രേഡ് കോറിഡോർ പോലെ ഒരു സിമിലർ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി അവിടെ എല്ലാം ഈസ് ഓഫ് ട്രേഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ മറ്റ് ഇതിന്റെ അടുത്ത് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിൽ ഇപ്പം ഇല്ലാത്ത രാജ്യങ്ങൾ, തൊട്ടടുത്ത് വിസിനിറ്റി കിടക്കുന്ന രാജ്യങ്ങൾക്കും കൂടി ഇത് ജോയിൻ ചെയ്യാൻ പറ്റും, നല്ലതാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ. അപ്പൊ അതിനെല്ലാം ഈ വിർച്വൽ ട്രേഡ് കോറിഡോർ ഇന്ത്യക്ക് യു എക്ക് ഇടയിൽ ഉണ്ടാക്കിയ ഗുണകരമാവും. അപ്പോ അതേസമയത്ത് വെസ്റ്റേൺ പാർട്ടിലെ പ്രോഗ്രസും വീണ്ടും ഇംപ്രൂവ് ആവും. കാര്യം വൺസ് എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ഹമാസ് വാർ, അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളൊക്കെ അവസാനിച്ചാൽ ഈ പറഞ്ഞ ഇസ്രായേലും ഈ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ഒക്കെ മറ്റ് പ്രോബ്ലങ്ങളിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നീട് അത് ഫാസ്റ്റ് ആയിക്കോളും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതില് ട്രേഡ് മാത്രമല്ല ഇതിൽ വരുന്നത്. ഇതില് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിൽ സാധനങ്ങള് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് ഒക്കെ വരുന്നതോടൊപ്പം തന്നെ ക്ലീൻ എനർജി എക്സ്പോർട്ട്, അണ്ടർ സീ ഫൈബർ ഓപ്റ്റിക് കേബിൾസ്, പൈപ്പ് ലൈൻസ്, എനർജി ഗ്രിഡ് ലിങ്കേജസ്, ഇന്ത്യ എന്നാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്നല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന പല രാജ്യങ്ങളുടെ ഇടയിൽ എനർജി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാൻ പറ്റി, ഗ്രിഡ് വഴി കണക്ട് ചെയ്തുകൊണ്ട്. അപ്പം അണ്ടർ സീ കേബിൾ ഇട്ട് ഓയിലും ഗ്യാസും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പം അതെല്ലാം, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻസ്. പക്ഷെ അതിലൊന്നും വലിയ പ്രോഗ്രസ് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ബാക്കി ട്രേഡിന്റെ കാര്യത്തിൽ ഇന്ത്യക്കും യു എക്ക് ഇടയിലെങ്കിലും അത്യാവശ്യം പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളൂ. മറ്റ് ഈ പറഞ്ഞ ഇതിന്റെ കൺസെപ്റ്റലൈസ് ചെയ്തേക്കുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ക്ലീൻ എനർജി, അണ്ടർ സീ ഫൈബർ ഓപ്റ്റിക് കേബിള്, ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻസ്, അതിലൊന്നും ഒരു പ്രോഗ്രസും ഒരിടത്തും ഉണ്ടായിട്ടില്ല IMECയുടെ പാർട്ടായിട്ട് ഇരിക്കുന്ന രാജ്യങ്ങളിലെങ്ങോ എന്നാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രശ്നങ്ങളുടെ പൊടിപടലങ്ങളൊക്കെ ഒന്ന് അടങ്ങുന്നത് വരെ ഇന്ത്യക്ക് ഇതില് നമ്മളുടെ പോർട്ടുകളെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുക, ഈ പ്രോജക്ടിന്റെ പാർട്ടാവുന്ന പോർട്ടുകളെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ഡെവലപ്പ് ചെയ്യുക, സ്പെസിഫിക് ആയിട്ടുള്ള എക്കണോമിക് സോൺസ് ഉണ്ടാക്കി ഈ കണക്ടിവിറ്റി നോട്ട്സുമായിട്ട് ബന്ധിപ്പിക്കുക. അതുപോലെ ഒരു സീംലെസ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ, ഈ നമ്മളെ ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സിന് ഒരു IMEC ആയിട്ടുള്ള സീംലെസ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ഉറപ്പുവരുത്തുക. അതിപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇന്ത്യൻ സൈഡ് പക്കായിട്ടിരുന്നാലും നമുക്ക് വൺസ് ആ സൈഡിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഇതുമായിട്ട് ഒരു ഈസി ആയിട്ടുള്ള കണക്ടിവിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെയും ഈ വെസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളുടെയും എക്കണോമിക് ഡെവലപ്മെന്റ് ഭയങ്കര ഗുണം ചെയ്യുന്ന സംഭവമാണ് IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഹോപ്പ് ഒന്നും അവസാനിച്ചിട്ടില്ല. ഒരു സൈഡിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വേറൊരു സൈഡിൽ വൺസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് അക്തർ മാലിക്, അഫാഖ് ഹുസൈൻ, ഈ രണ്ട് പേര് ചേർന്നിരിക്കുന്ന ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ആർട്ടിക്കിൾ നമുക്ക് വേണ്ട മഹാരാഷ്ട്രയിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിന്റെ അടുത്തത് അത് തന്നെ, വൈസ് മഹാരാഷ്ട്ര പോൾ ഫ്രാഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ അത് മഹാരാഷ്ട്ര ഇലക്ഷനെ കുറിച്ചാണ്. അത് നമുക്ക് വേണ്ട. ഇനി നമുക്ക് No invite from India. Nepal PM Oli heads to China on first visit abroad. ഇന്ത്യ ഇൻവൈറ്റ് ചെയ്യാത്തതുകൊണ്ട് നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ചൈനയിലേക്ക് ഫസ്റ്റ് ഒഫീഷ്യൽ വിസിറ്റ് നടത്തുന്നതാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം നേപ്പാളീസ് പ്രൈം മിനിസ്റ്റർ ഈസ് അവോയ്ഡിങ് ഇന്ത്യ ആൻഡ് ഗോയിങ് ടു ചൈന ആഫ്റ്റർ അസ്യൂമിങ് പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് നേപ്പാൾ. വൺസ് നേപ്പാളിൽ ഒരു പുതിയ പ്രൈം മിനിസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവരെപ്പോഴും ഫസ്റ്റ് ഒഫീഷ്യൽ വിസിറ്റ് വിൽ ബി ടുവേർഡ്സ് ഇന്ത്യ. ബട്ട് അവർ പറയുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള റീസൺ, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഡിഡ്ന്റ് പുട്ട് forward an invitation to Nepalese Prime Minister KP Sharma Oli to visit India. That's why they are going to China എന്നാണ്. എന്തായാലും അത് നല്ല കാര്യമല്ല. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഒരു അതിർത്തി രാജ്യമാണ്. പിന്നെ പ്രോഗ്രസ് ഇൻ ട്രേഡ് ബിറ്റ്വീൻ ഇന്ത്യ റഷ്യ എന്ന് പറഞ്ഞ ജയശങ്കറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കാണാം. അത് റഷ്യയും ഇന്ത്യയും തമ്മിൽ 25th സെഷൻ ഓഫ് ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ ഓൺ ട്രേഡ് എക്കണോമിക് സയന്റിഫിക്, അങ്ങനെ ഒരു സംഭവം. അതായത് 25th സെഷൻ ഓഫ് ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ നടക്കുന്നു ഡൽഹിയിൽ വെച്ച്.
അതുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ്. 2030 കൂടി ഇന്ത്യക്കും റഷ്യക്കും ഇടയിലുള്ള ട്രേഡ് $100 ബില്യൺ ആയിട്ട് ഉയരും എന്നാണ് ജയശങ്കർ പറയുന്നത്. ഇന്ത്യക്ക് റഷ്യക്ക് ഇടയിലുള്ള ട്രേഡ് $100 ബില്യൺ ആയിട്ട് 2030 കൂടി ഉയരുമെന്നാണ് ജയശങ്കർ പറയുന്നത്. പിന്നെ DRDO ഒരു ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണം നടത്തി എന്നൊരു ന്യൂസ് കാണാം. നിർഭയ് എന്ന് പറയുന്ന ഒരു ക്രൂയിസ് മിസൈൽ നമുക്കുണ്ട്. അതിന്റെ അഡ്വാൻസ്ഡ് വെർഷൻ 1000 കിലോമീറ്റർ റേഞ്ച് ഉള്ള ക്രൂയിസ് മിസൈൽ എന്ന് പറഞ്ഞാൽ സെൽഫ് ഗൈഡഡ് മിസൈൽസ് ആണ്. നമ്മുടെ ബ്രഹ്മോസ് ഒക്കെ ക്രൂയിസ് മിസൈൽസ് ആണ്, പക്ഷെ അത് ലോങ് റേഞ്ച് അല്ല, മീഡിയം റേഞ്ച് ഷോർട്ട് റേഞ്ച് വെർഷൻ ഒക്കെ ഉള്ളു ബ്രഹ്മോസിന്റെ. നിർഭയ് ഈസ് അനദർ ക്രൂയിസ് മിസൈൽ ആൻഡ് ഇറ്റ്സ് ലേറ്റസ്റ്റ് വെർഷൻ ഹാവിംഗ് എ റേഞ്ച് ഓഫ് 1000 കിലോമീറ്റർ വാസ് test fired from integrated test range of Chandipur. അതാണ് ഈ ന്യൂസ് എന്ന് പറഞ്ഞാൽ. DRDO developed this missile and integrated test range Chandipur is in Odisha. ഒഡീഷയിലാണ് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ചാന്ദിപൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ അടുത്ത പേജ് ഫുൾ പൊളിറ്റിക്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇലക്ഷൻ ആണ് എപ്പോഴും എല്ലാ ദിവസവും. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഹോം മിനിസ്ട്രി അപ്രൂവ്സ് ഫസ്റ്റ് ഓൾ വുമൻ ബറ്റാലിയൻ ഫോർ CISF. CISF നമുക്കറിയാം ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇവരാണ് നമ്മളെ ഇൻഡസ്ട്രീസിന്റെ ഒക്കെ പ്രൊട്ടക്ഷൻ, അതുപോലെ എയർപോർട്ടിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ CISF. അവരുടെ ആദ്യത്തെ ഓൾ വുമൻ ബറ്റാലിയൻ, എല്ലാം സ്ത്രീകൾ മാത്രം ഉള്ള ബറ്റാലിയൻ ഫോം ചെയ്യണമെന്നാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇൻ ബാക്കു ബ്രേക്ക് ത്രൂ കോപ്പ് ക്ലിയേഴ്സ് കാർബൺ ക്രെഡിറ്റ് ട്രേഡ് നടന്നൊരു ന്യൂസും കാണാം. ബാക്കുവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അസർബൈജാനിലെ ബാക്കുവില് COP29 സമ്മിറ്റ്, കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസിന്റെ 29th സമ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് കാർബൺ ക്രെഡിറ്റ് ട്രേഡ്, കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് 1000 ടൺസ് ഓഫ് കാർബൺ എമിഷൻ, 1000 ടൺസ് ഓഫ് കാർബൺ എമിഷൻ സേവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു കാർബൺ ക്രെഡിറ്റ് കിട്ടും. 1000 ടൺസ് ഓഫ് കാർബൺ എമിഷൻ സേവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു കാർബൺ ക്രെഡിറ്റ് കിട്ടും. അപ്പൊ ഇപ്പൊ ഒരു കമ്പനി, ഇപ്പൊ അമേരിക്കയിലെ കമ്പനിയാണെന്ന് കരുതിക്കുക, അവർ ഇന്ത്യയിൽ ഈ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഒക്കെ ഫണ്ട് ചെയ്യുന്നു. അപ്പൊ ആ ഒരു പ്രോജക്റ്റിൽ നിന്ന് 10,000 ടൺ കാർബൺ എമിഷൻ സേവ് ചെയ്യാൻ പറ്റുമെന്ന് കരുതിക്കുക. അപ്പൊ 10 കാർബൺ ക്രെഡിറ്റ് കിട്ടും. ആർക്ക്? ഈ കമ്പനിക്ക്. അവരാണല്ലോ ഈ ഫണ്ട് ചെയ്തത്. പക്ഷെ അതിൽ ചില കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട്. ഈ 10,000 ടൺ എമിഷൻ പിന്നീട് സേവ് ചെയ്യുമ്പോൾ 10 കാർബൺ ക്രെഡിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഓരോ 1000 ടൺ കാർബൺ എമിഷനും ഒരു കാർബൺ ക്രെഡിറ്റാണ് കിട്ടുന്നത് എമിഷൻ സേവ് ചെയ്യുമ്പോഴും. അപ്പൊ ഇത് അമേരിക്കൻ കമ്പനി ആണെങ്കിൽ ഇത് ഇന്ത്യയിലാണ് ഇപ്പൊ അവർ ചെയ്തെന്ന് കരുതിക്കുക. അപ്പൊ ഇന്ത്യയിലാണ് ഈ ആക്ച്വൽ എമിഷൻ റിഡക്ഷൻ ഉണ്ടായേക്കുന്നത്. അപ്പൊ ഇത് ഏത് രാജ്യത്തിന്റെ അക്കൗണ്ടിൽ ഇത് കൂട്ടണം? ഇത് അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് അമേരിക്കയുടെ അക്കൗണ്ടിൽ കൂട്ടണമോ? അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ആ കാർബൺ എമിഷൻ വേൾഡിൽ കുറച്ചതിന്റെ ഒരു അക്കൗണ്ടിങ് നടക്കും. ഓരോ രാജ്യത്തിന്റെയും നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള. NDC ഉണ്ട്, നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. അപ്പൊ അതിൽ നമ്മൾ കാർബൺ എമിഷൻ കുറച്ചതിന്റെ അക്കൗണ്ടിങ്ങിൽ ഇതെല്ലാം വരും. അപ്പൊ ഇന്ത്യക്കകത്തല്ലേ ഈ അക്കൗണ്ട് പിന്നീട് കാർബൺ എമിഷൻ കുറച്ചേക്കുന്ന. അപ്പൊ അത് ഇന്ത്യയുടെ അക്കൗണ്ടിൽ കൂട്ടണോ? പക്ഷേ ഫണ്ട് ചെയ്തേക്കുന്ന അമേരിക്കൻ കമ്പനിയായിട്ട് അമേരിക്കയുടെ അക്കൗണ്ടിൽ കൂട്ടണം. ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. എന്തായാലും ഈ കാർബൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം, കാർബൺ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവത്തിലാണ് ഈ കാർബൺ ക്രെഡിറ്റിന്റെ ട്രേഡ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ കുറെ കാർബൺ എമിഷൻ സേവ് ചെയ്യാൻ പറ്റിയാൽ ആ കാർബൺ ക്രെഡിറ്റ് ചിലപ്പോൾ ഇന്ത്യയിലെ കമ്പനി തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിന് റെസ്പോൺസിബിൾ ആയെങ്കിൽ അവർക്ക് ആ കാർബൺ ക്രെഡിറ്റ് കിട്ടും. വിദേശത്തെ ഒരു കമ്പനിയാണ് അത് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവരാണ് അതിന് വേണ്ടിയുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അവർക്കായിരിക്കും കാർബൺ ക്രെഡിറ്റ് കിട്ടുന്നത്. അപ്പൊ കാർബൺ ക്രെഡിറ്റ് കൂടുതലുള്ളവർക്ക്, കാർബൺ ക്രെഡിറ്റ് കുറവുള്ളവർക്ക് ഇത് ട്രേഡ് ഒക്കെ ചെയ്യാം വേറൊരു രാജ്യത്തൊക്കെ വേണമെങ്കിൽ. അപ്പൊ അതിനൊക്കെയുള്ള പ്രൊവിഷൻസ് ഇത് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഇത് യഥാർത്ഥത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ. പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിന്റെ ആർട്ടിക്കിൾ 6ന്റെ അകത്താണ് ഈ ഇത് പറയുന്നത്. പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് ആണല്ലോ ലോകത്ത് റീസെന്റ് ആയിട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൈമറ്റ് അഗ്രിമെന്റ്. അതിന്റെ ആർട്ടിക്കിൾ 6ന്റെ അകത്താണ് പറയുന്നത് ഇതിനെ കുറിച്ചെല്ലാം, ഈ കാർബൺ മാർക്കറ്റിനെ കുറിച്ചെല്ലാം. അതിൽ ആർട്ടിക്കിൾ 6.2 കാർബൺ ക്രെഡിറ്റ് എങ്ങനെ ബയലാറ്ററലി ട്രേഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 6.4 ഗ്ലോബൽ കാർബൺ മാർക്കറ്റ് എങ്ങനെ ഇവോൾവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കാർബൺ ക്രെഡിറ്റ് ട്രേഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ COP29 സമ്മിറ്റ് ഇന്നലെ അസർബൈജാനിലെ ബാക്കുവിൽ തീരുമാനിച്ചു. ഇന്ത്യയിലെ ഒരു കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് വരികയാണ്. ഇപ്പം അതിന്റെയും ഒരു ഫ്രെയിം വർക്ക് ഒക്കെ ഗവൺമെന്റ് ഇപ്പൊ റീസെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെയുള്ള ഇൻപുട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും അത് ഇവോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴും കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഇത് എങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള പ്രോബ്ലംസ്, എവിടെ അക്കൗണ്ട് ചെയ്യണം, ഓരോരുത്തർ ജനറേറ്റ് ചെയ്യുന്ന കാർബൺ ക്രെഡിറ്റ്, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അതൊക്കെ ഇത് പറയുന്നുണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനെ കുറിച്ച് തന്നെ വേറൊരു ന്യൂസ് ഉണ്ട്.
ഈ അടുത്ത വർഷങ്ങളിലൊക്കെ എത്ര പെർസെന്റേജ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കൂടും എന്നൊക്കെ. എന്തായാലും പഴയ വർഷങ്ങളെ അപേക്ഷിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് സ്റ്റഡി കാണിക്കുന്നത്. അപ്പം വേൾഡിന്റെ എഫേർട്ട് കുറച്ചൊക്കെ ഈ നമ്മളുടെ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെന്താണ്, പിന്നെ പുതിയ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ഒരു ഫോട്ടോ ഒക്കെ ഇവിടെ കാണാം. ഞാൻ ആക്ച്വലി ഹ്യൂമൻ ട്രാഫിക്കുമായിട്ട് ബന്ധമുള്ള ഒരു ന്യൂസ് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ ബാൻ ചെയ്യുന്ന, അബോളിഷ് ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് മോഡേൺ വേൾഡിലെ സ്ലേവറി എന്നാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അറിയപ്പെടുന്നത്. അതുപോലെ ചൈൽഡ് ലേബർ, അതും മോഡേൺ വേൾഡിലെ സ്ലേവറി എന്ന് അറിയപ്പെടുന്നത്. ചൈൽഡ് ലേബറിനെ പിന്നീട് അബോളിഷ് ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ബാൻ ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ 24. 23 ഹ്യൂമൻ ട്രാഫിക്കിംഗ്, 24 ചൈൽഡ് ലേബർ. ഓക്കെ. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അതിപ്പോ കുറച്ച് കൂടിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. പിന്നെ ദലാൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഇത് കാണാം. ദലാൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE നിൽക്കുന്ന സ്ഥലമാണ് ദലാൽ സ്ട്രീറ്റ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE നിൽക്കുന്ന സ്ഥലമാണ് ദലാൽ സ്ട്രീറ്റ്. ഓക്കെ. പിന്നെ ട്രംപ് പുതിയ അപ്പോയിന്റ്മെന്റ്സ് നടന്നതിനെ കുറിച്ചൊക്കെയാണല്ലോ ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയലൊക്കെ പറഞ്ഞത്. അതിനെ കുറിച്ചുള്ള ന്യൂസ് ഇവിടെ കാണാം. പിന്നെ ബംഗ്ലാദേശ് അവരുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീനയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്റർപോളിന്റെ സഹായം തേടി. ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷൻ ഈസ് ഇന്റർപോൾ ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ലിയോൺ. ലിയോൺ ഈസ് ഇൻ ഫ്രാൻസ്. അപ്പൊ ഇന്റർപോളിന്റെ സഹായം തേടിയൊക്കെയാണ് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയെ അറസ്റ്റ് ചെയ്യാൻ. അനുരാഗ് കുമാര ദിസനായകെ ശ്രീലങ്കയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ ഫോട്ടോയുടെ ഇന്നലെ പറഞ്ഞാണ് അനുരാഗ് കുമാര ദിസനായകയുടെ കാര്യം. പിന്നെ സ്പോർട്സ് പേജിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. ഓരോരോ ടൂർണമെന്റുകളുടെ ലീഗ് മാച്ചസ് നടക്കുന്നേ ഉള്ളൂ. ഫൈനൽ ആര് ജയിച്ചെന്ന് അറിയുമ്പോഴാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവില് നമുക്ക് ആവശ്യമുള്ള ന്യൂസുകള്. ബാക്കി നാളെ വീണ്ടും കാണുന്നവരെ ഇത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ.